ഹായ് ഹലോ വെൽക്കം ടു പി എസ് സി ട്രിക്സ് വിത്ത് അമ്മു. അപ്പോൾ ഇന്നേ നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു പ്രധാനപ്പെട്ടൊരു കറണ്ട് അഫെയർ ആണ് കേട്ടോ. ഇപ്പം നമ്മുടെ അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ എക്സാം കഴിഞ്ഞപ്പോൾ അതേ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ പഹൽഗാം തീവ്രവാദ ആക്രമണത്തെ കുറിച്ചൊരു ക്വസ്റ്റ്യനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇനിയും വരുന്ന എക്സാംസിന് എന്തായാലും ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് നമുക്ക് ക്വസ്റ്റ്യൻസൊക്കെ പ്രതീക്ഷിക്കാം. അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് നോക്കാം. അപ്പോൾ ഈ ഓപ്പറേഷൻ സിന്ദൂർ എന്ന് കേൾക്കുമ്പോൾ തന്നെ അതിൻ്റെ ലോഗോ എല്ലാവരുടെ മനസ്സിലേക്കും വരൂല്ലേ. അപ്പോൾ അത് ഡിസൈൻ ചെയ്ത ഒരു 2 പേര് നമുക്ക് പരിചയപ്പെടണം. ആദ്യം അവരാരൊക്കെയാണെന്ന് നോക്കാം കേട്ടോ. ലെഫ്റ്റനൻറ്റ് കേണൽ ഹർഷ് ഗുപ്തയും ഹവിൽദാർ സുരീന്ദ്ര സിംഗുമാണ് കേട്ടോ അത്. അപ്പോൾ ആ 2 പേര് എന്തായാലും നമ്മൾ ഓർത്തിരിക്കണം. ആരൊക്കെയാണ്? കേണൽ ഹർഷ് ഗുപ്തയും ഹവിൽദാർ സുരേന്ദ്ര സിംഗുമാണ് കേട്ടോ. നമ്മുടെ അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്ന ക്വസ്റ്റ്യൻ കണ്ടോ? പെഹൽഗാം തീവ്രവാദ ആക്രമണത്തെ തുടർന്ന് ഇന്ത്യ പാകിസ്ഥാനിലേക്ക് ഒഴുക്കുന്ന ചിനാബ് നദിയിലെ നീരൊഴുക്ക് തടയാൻ അടച്ച ഡാം ഏത് എന്നാണ്. അപ്പോൾ ഏതാണ് ആൻസർ? ബഗ്ലിഹാറാണ് അല്ലേ ആൻസറായിട്ട് വരുന്നത്. ഇനി നോക്കൂ, പഹൽഗാം തീവ്രവാദ ആക്രമണം നടന്നതെന്നാണ് 2025 ഏപ്രിൽ 22 നടന്നത്. അപ്പോൾ ഇതേ തുടർന്ന് എന്ത് ചെയ്തു? ഇന്ത്യ സിന്ധു നദജല കരാർ മരവിപ്പിച്ചു. അതെന്നാണ്? ഏപ്രിൽ 23, 2025 ഏപ്രിൽ 23. ഈ പെഹൽഗാം എന്ന് പറയണതേ ജമ്മുവിലെ ആനന്ദ്നാഗ് ജില്ലയുടെ ഒരു ഭാഗമായിട്ടാണ് വരുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? 2025 മെയ് 7 ഇന്ത്യ തിരിച്ചടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ 9 ഭീകര കേന്ദ്രങ്ങളാണ് തകർന്നത്. ഈ പാകിസ്ഥാൻ്റെ ആക്രമണങ്ങളിൽ നിന്ന് പ്രതിരോധത്തിനായിട്ട് ഇന്ത്യ ഉപയോഗിച്ച സുദർശൻ ചക്ര എന്നറിയപ്പെടുന്ന പ്രതിരോധ സംവിധാനത്തിൻ്റെ പേര് S-400 മിസൈലാണ് കേട്ടോ. നീ കണ്ടോ ചിത്രത്തിൽ കൊടുത്തിരിക്കണ കണ്ടോ? S-400 സുദർശൻ ചക്ര. അപ്പോൾ ഇതെന്തായാലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പേരാണ് S-400 മിസൈൽ എന്ന് പറഞ്ഞത്. എന്തായാലും ചിലപ്പോൾ ഇനിയും വരുന്ന എക്സാമിനൊക്കെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇത് കണ്ടേക്കാം. ഇനി നോക്കൂ, ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ച് പത്രസമ്മേളനം നടത്തിയ മിലിറ്ററി ഉദ്യോഗസ്ഥർ, ആ പേര് 2 സ്ത്രീകളാണ്, 2 വനിതകൾ, ധീര വനിതകളാണ്. അപ്പോൾ അവരുടെ പേര് എന്തായാലും ഓർത്തിരിക്കണം. ആരൊക്കെയാണെന്ന് നോക്കാം. കേണൽ സോഫിയ ഖുറേഷിയും വിംഗ് കമാൻഡർ വ്യോമിക സിംഗുമാണ് കേട്ടോ. അപ്പോൾ ഇവരെക്കുറിച്ചൊക്കെ നമ്മുടെ പത്രമാധ്യമങ്ങളിലൊക്കെ ഒരുപാട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ 2 പേരെന്തായാലും ഓർത്തിരിക്കുക കേട്ടോ. ഈ ഓപ്പറേഷൻ സിന്ദൂറിന് നേതൃത്വം കൊടുത്ത നമ്മുടെ പ്രതിരോധ വകുപ്പ് മന്ത്രി ആരാണ്? രാജ്നാഥ് സിംഗ് ആണ്. അതേപോലെ തന്നെ ഈ അജിത് ദോവൽ, ഈ ഒരു പേര് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പേരാണ് കേട്ടോ. അതാരായിരുന്നു? നമ്മുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവാണ്. ആര്? അജിത് ദോവൽ. അപ്പോൾ എന്തായാലും ആ ഒരു പേരും ചിലപ്പോൾ നമ്മുടെ എക്സാം പേപ്പറിലൊക്കെ കണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ പേര് ഓർത്തിരിക്കുക. അജിത് ദോവൽ ആരാണ്? ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവാണ് കേട്ടോ. ഈ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ ഭാഗമായി ഇന്ത്യ നടത്തിയ സിവിൽ ഡിഫൻസ് മോക്ക് ഡ്രിൽ, അതിൻ്റെ പേരെന്തായിരുന്നു? ഓപ്പറേഷൻ അഭ്യാസ് എന്നുള്ളതായിരുന്നു കേട്ടോ. ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ ഭാഗമായി ഇന്ത്യ നടത്തിയ സിവിൽ ഡിഫൻസ് മോക്ക് ഡ്രിൽ എന്തായിരുന്നു? ഓപ്പറേഷൻ അഭ്യാസ് എന്ന പേരിലാണ് അറിയപ്പെട്ടത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഈ പാകിസ്ഥാൻ പ്രധാനമന്ത്രിയെയും പ്രതിരോധ വകുപ്പ് മന്ത്രിയെയും കൂടെ നമുക്കൊന്ന് പരിചയപ്പെടാം. ആരാണ് പാകിസ്ഥാൻ പ്രധാനമന്ത്രി? ഷെഹബാസ് ഷെരീഫ്. അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന പൊളിറ്റിക്കൽ പാർട്ടി ഏതാണ്? പാകിസ്ഥാൻ മുസ്ലിം ലീഗ് N, നവാസ് എന്നുള്ളതാണ് കേട്ടോ. ഇനി നോക്കൂ, പ്രതിരോധ വകുപ്പ് മന്ത്രി ആരാണ് പാകിസ്ഥാൻ്റെ? ഖ്വാജ ആസിഫാണ് കേട്ടോ. ഖ്വാജ ആസിഫ്. ചിലപ്പോൾ ഇങ്ങനെയൊക്കെ ചിലപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടേക്കാം കേട്ടോ. അതുപോലെ തന്നെ ഈ ഓപ്പറേഷൻ സിന്ദൂർ വിശദീകരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ വിദേശത്തേക്ക് ഒരു 7 സംഘത്തെ അയക്കാൻ വേണ്ടിയിട്ട് രൂപീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ വിദേശത്തേക്ക് പോകുന്ന ഈ ഓപ്പറേഷൻ സിന്ദൂർ വിശദീകരിക്കാൻ വിദേശത്തേക്ക് പോകുന്ന ആദ്യ ഇന്ത്യൻ സംഘം ആരാണ്? ശശി തരൂർ നയിക്കുന്ന സംഘമാണ് കേട്ടോ. 7 സംഘത്തെയാണ് രൂപീകരിച്ചിരിക്കുന്നത്. അപ്പോൾ അതാ വിദേശത്തേക്ക് പോകുന്ന ആദ്യ ഇന്ത്യൻ സംഘം ആരാണ്? ശശി തരൂർ നയിക്കുന്ന സംഘമാണ്. ബാക്കിയുള്ളവരെയും കൂടെ നമുക്ക് നോക്കിയാലോ. ജസ്റ്റ് പേരൊന്ന് ഓർമ്മയിൽ വെച്ചേക്കുക കേട്ടോ. ആരൊക്കെയാണ്? രവിശങ്കർ പ്രസാദ്, ബൈജയന്ത് ജയ് പാണ്ഡ, സഞ്ജയ, കനിമൊഴി, സുപ്രിയ സുലെ, ശ്രീകാന്ത് ഷിൻഡെ എന്നിവരാണ് ആ സംഘ തലവന്മാർ കേട്ടോ. ആ പേരുകളൊക്കെ ഒന്ന് വീണ്ടും എവിടെയെങ്കിലും നോട്ട് ചെയ്ത് വെക്കുകയോ ഒന്ന് ജസ്റ്റ് ഒന്ന് ഓർമ്മയിൽ വെക്കുക, എന്തെങ്കിലും ചെയ്യുക കേട്ടോ. ചിലപ്പം ഇങ്ങനെ തന്നിട്ട് ഈ 7 സംഘത്തിൽ ഉൾപ്പെടാത്തത് ഏത് അങ്ങനെയൊക്കെ ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഒരാളാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒരു ലൈക്ക് അടിച്ചിട്ട് പോകണം കേട്ടോ. താങ്ക് യു.